കണ്ണൂരിലെ കണ്ണപുരത്ത് വാടക വീട്ടിൽ വൻ സ്ഫോടനം. വീട് തകർന്നു, ശരീരാവശിഷ്ടം ചിന്നിച്ചിതറിക്കിടക്കുന്നു. സംഭവം പുലർച്ചെ 2 മണിയോടെ. പൊട്ടിത്തെറി ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് സംശയം. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. തന്ത്രപ്രധാന നീക്കം. അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെ ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാൻ പങ്കാളിയാകും. പ്രതിരോധ സുരക്ഷാ മേഖലയിലടക്കം ബന്ധം ശക്തമാക്കാനും ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചൈനയിലേക്ക്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ഒട്ടേറെ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. 5 പേരുടെ മൃതദേഹം കണ്ടെത്തി. പഞ്ചാബിലും കശ്മീരിലും പ്രളയക്കെടുതി രൂക്ഷം. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും. വ്യാജ ID കാർഡ് കേസിൽ രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. നോട്ടീസ് ലഭിച്ചില്ലെന്ന് രാഹുൽ. വീണ്ടും നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച്. ഓളപ്പരപ്പിലെ ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന്. പുന്നമടയിൽ വെള്ളിക്കപ്പിനായി മാറ്റുരയ്ക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങൾ. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ്. പരാതികൾ ഒഴിവാക്കാൻ ഇത്തവണ വെർച്വൽ ലൈൻ ഫിനിഷിംഗ്. കഫ നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. താജിക്കിസ്ഥാനെ തകർത്തത് 1-2 ഗോളുകൾക്ക്.